ഞാനാണെങ്കിൽ കുറേ ദിവസമായി ഒരു വ്ളോഗ് എടുത്തിട്ട് കുറേ പേരിങ്ങനെ കമൻറ്റ് ബോക്സിൽ സഹിച്ചിട്ട് ആ വ്ളോഗ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വ്ളോഗ് വേറെ ഒന്നുമല്ല ഞാൻ എടുക്കാത്ത വ്ളോഗ് വേറെ ഒന്നുമല്ല വ്ളോഗ് എടുക്കാത്തത് സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് എന്തിടും എന്നുള്ളൊരു കാര്യമാണ്. ഡെയിലി വ്ളോഗ് ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായതോടുകൂടി ഞാൻ മെല്ലെ അത് സൈഡാക്കി. കാരണം ഒരു കണ്ടന്റും ഇല്ലാതെ ചുമ്മാ ഇൻ്റെ ഫുൾ ഫിഗർ കാണിക്കാൻ വേണ്ടി ഞാൻ വ്ളോഗ് എടുക്കേണ്ടതാണ്. പിന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. കേരള സൂപ്പർ ലീഗിൻ്റെ ഭാഗമായിട്ട് ഇന്നൊരു ഇവന്റ് നടക്കുന്നുണ്ട്. മലപ്പുറം FC-ൻ്റെ ജേഴ്സി വിതരണം. അതിന് യൂസഫ് അലി സാർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡാബ്സിയുടെ ഒരു ഇവന്റ് ഉണ്ട്. പിന്നെ കുറേ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ഫ്രണ്ട്സ് വരുന്നുണ്ട്. താടിയൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ ഷാമോൻ്റെ ക്ലബ് ഡേയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നൊരു നല്ല ഡേ ആണല്ലോ. അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അല്ല ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഈ വ്ളോഗ് ഒരു എന്താ പറയുക. ഹായ്, എപ്പോൾ ഒന്ന് നീ എന്നെത്തിയേ എന്താ ചെയ്യ. അപ്പോൾ ഞാൻ വ്ളോഗിന് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് നിങ്ങളെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ സ്പെഷ്യാലിറ്റി തമ്മിലും കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോ കുറച്ച് സ്കിപ്പ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഓൾറെഡി ജേഴ്സി വിതരണം അങ്ങനത്തെ കുറച്ച് പരിപാടി, ചാരിറ്റി, ഫുട്ബോൾ മാച്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. യെസ്, ഇതാ ചിത്തുബായി ഇവിടെ ഒക്കെ ഉണ്ട്. ഇയാൾ മുടി വെട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കുന്നുണ്ട്. ഹലോ, ഇന്ന് എടുക്കുന്നുണ്ട് വ്ളോഗ്. ഇന്നും എടുക്കുന്നുണ്ട്. ആ കുറേ കാലത്തിന് ശേഷം ഇന്നാണ് എടുക്കുന്നത്. ആരാണത്? അയാളെ സ്വന്തം ആളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അയാളെ അന്തസ് ടീമാണ്. അയാൾ ഷാമോൻ ഇവിടെ ഒരു ഷാമോൻ. ഇതാണ് ഷാമോൻ്റെ സ്വന്തം കട. ഷാമോല്ലേ ഇവിടെ? ഷാമോല്ലേ? പിന്നെ ഒന്നിനെ വിളിച്ചിരുന്നത് ഏത് മീറ്റിംഗ്? ഇതാണ് ഷാമോൻ്റെ അനിയൻ ഷെബി. അതിൻ്റെ കല്യാണം നടാ 22. എല്ലാ നാട്ടിലും വന്നോളൂ, മലപ്പുറത്തുള്ളവരൊക്കെ പോകുന്നത്. എടാ എല്ലാവരും കൂടി ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇറങ്ങി പോരണ്ട, വെറുതെ പറഞ്ഞതാണ്. ധൈര്യമായിട്ട് പോകുന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കല്യാണം പോലെ ഞാൻ വിളിച്ചത്. അപ്പോൾ ഷാമോൻ ഇല്ല, ഷാമോൻ പോസ്റ്റ് വന്നു. ഇനി ഇവിടെ ഇരിക്കാം. ഹലോ, നിങ്ങളെ പരിപാടി തുടങ്ങി? ഇയാൾ മുടി വെട്ടാൻ പോകണം. ആ നോട്ടെ തൊപ്പി നൂരി. ഇതിപ്പോൾ എന്താ വെട്ടാളത്? ബെസ്റ്റ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബാക്കി താടി സെറ്റാക്കിയിട്ട് വയ്ക്കാം. ഏതാ മൊത്തം ആൾക്കാർ മാറിയതല്ലേ? താടി ട്രിമ്മേട്ട. അപ്പോൾ ഞാൻ പ്രോഗ്രാമിന് പോവുകയാണ്. നമ്മുടെ മലപ്പുറം FC-ൻ്റെ ജേഴ്സി ലോഞ്ചും പ്ലസ് യൂസഫ് അലി സാർ നമുക്ക് സെലിബ്രിറ്റി ഫുട്ബോളിൻ്റെ ജേഴ്സിയും സാധനങ്ങളൊക്കെ തരുന്നതും, ഡാബ്സിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ രാവിലെ താടിയൊക്കെ ഞാൻ ഷാമോനോടെ കയറി ഷേപ്പാക്കി. ഷാമോൻ എനിക്ക് പോസ്റ്റ് തന്നു, ഷാമോൻ ഉണ്ടായിരുന്നില്ല, വേറൊരു ബായിയാണ് ചെയ്തു തന്നത്. സോ ഞാനിവിടെ റെഡിയാണ്. അടുത്തത് സ്നേഹ റെഡിയാണ്. സ്നേഹ റെഡിയാണ്. ഓക്കെ, അതെ കോഡ്. അപ്പോൾ എനിക്ക് കുറേ കോളും സാധനമൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് പോയിട്ട് ബാക്കി അവിടുത്തെ ഇവൻറ്റിൻ്റെ കാര്യങ്ങൾ അവിടുന്ന് കാണിച്ചു തരാം. ഓക്കെ, ബൈ. എല്ലാവരും കൈ കൊടുക്കും. എന്നെക്കാളും മാത്രം ലുക്ക് നോക്കിയേ. ഓ ബിഗ് ബോസിന് കിട്ടിയ പൈസ ഫുള്ള് എന്ത് രംഗണ്ണൻ സ്റ്റൈൽ എടുത്ത.
ദയവായിട്ട് എല്ലാവർക്കും ഒക്കെ ഇരിക്കാം. ഞാൻ എല്ലാവരോടും സ്നേഹപൂർവ്വം നമ്മുടെ പ്രോഗ്രാമുമായിട്ട് സഹകരിക്കുന്നതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകൾ ദയവായിട്ട് മാർഗത്തിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് നമ്മളൊക്കെ സാക്ഷികളായിരിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് മന്ദഹാസ പാലിലാപ്പുഴ സ്വാഗതം. കമന്ററി ബോക്സിൽ ഞാൻ നിങ്ങളുടെ ഷൈജു ദാമോദരൻ. ഫുട്ബോളിന്റെ മണ്ണിലും മനസ്സിലും കൊണ്ടു നടക്കുന്ന ജനതയുടെ പേരെന്താണ്? മലപ്പുറം. ഒരു മുജ്ജന്മ ബന്ധം പോലെ ഫുട്ബോൾ നിത്യജീവിതത്തിന്റെ ഭാഗമായ നാടിന്റെ പേരെന്താണ്? മലപ്പുറം. നാടിന്റെ ജീവിതമായി ഫുട്ബോളിനെ സ്വീകരിച്ച നാടിന്റെ പേരെന്താണ്? മലപ്പുറം. സ്വന്തം ജീവിതവും മരണവും അതിനിടയ്ക്കുള്ള എല്ലാ സംഭവ വികാസങ്ങളും രണ്ട് ഗോൾ പോസ്റ്റുകൾക്കിടയിലെ 90 മിനിറ്റ് നീളുന്ന പന്ത് കളിയുമായി താരതമ്യം ചെയ്ത് വളരെ ക്രിയേറ്റീവായി സംസാരിക്കുന്ന പച്ച മനുഷ്യരുടെ നാട് എവിടെയാണ് മക്കളെ? മലപ്പുറം. സോ ഇരുമ്പൻ മൊയ്തീൻ, മലപ്പുറം മൊയ്തീൻ കുട്ടി, മലപ്പുറം അസീസ്, മലപ്പുറം ഷെക്കു, അലി അക്ബർ, മണ്ണക്കട്ടൻ അബൂബക്കർ, നമ്മളെ കോരിത്തെറിപ്പിച്ച് കടന്നുപോയ മലപ്പുറത്തിന്റെ ധീരയോദ്ധാക്കൾ പടവെട്ടാൻ വന്ന ബ്രിട്ടീഷുകാരോട് വാഴപ്പോള കെട്ടി വെല്ലുവിളിച്ചവരുടെ നാടുകളാണ് മലപ്പുറം. കോട്ടക്കുന്നും കവാത്തുപറമ്പും ഏറനാടൻ വയലുകളും വള്ളുവനാടൻ സമതലങ്ങളും തിരൂരിലെയും താനൂരിലെയും പൊന്നാനിയിലെയും കടലോരങ്ങളും പ്രകമ്പനം കൊണ്ടു തുടങ്ങിയിരിക്കുന്നു. വായ് 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 വരുന്നു മഹീന്ദ്ര അമുൽ ഞങ്ങളുടേതാണ് എന്നുറപ്പിച്ചു വരുന്നു. മലപ്പുറം മലപ്പുറം ശ്രീ സാഗരി മുഹമ്മദ് കുട്ടി ഞങ്ങളുടെ വേദിയിലേക്കാണ് ഇരിക്കുന്നത്. എംഎംസിന്റെ മാനേജിംഗ് ഡയറക്ടർ അൻവർ അമീൻ സലാം, മുഖ്യ പ്രവർത്തകന്മാരായ ആഷിഖ് കൈനിക്കര, അസ്മൻ ഇസ്മി, എപി ഷംസുദ്ദീൻ ആൻഡ് ബേബി നീലാംബര. അടി അടി മെസ്സി റൊണാൾഡോ അടി. അവിടെ യൂസഫ് അലീന്റെ പ്രസംഗം, ഇവിടെ രണ്ടുപേരും കൂടി അടിയോടടി. റൊണാൾഡോ മെസ്സി പറഞ്ഞ അടി. നമ്മുടെ മുത്ത് അണ്ണൻ സൂയി അണ്ണൻ. പേരുണ്ടോ? നിങ്ങൾക്ക് പേരില്ലാണോ? വീഡിയോ എടുക്കും, ഞാൻ കാണിച്ചു തരാം. സിഗ്മ വീഡിയോ സിഗ്മ
ലൈക്കാണോ എന്താ പറഞ്ഞേ? അപ്പൊ ഞങ്ങളെ ഫുട്ബോൾ അല്ല നമ്മളെ ജേഴ്സി കാണിച്ചു കൊടുക്കുന്ന നാളത്തെ സൂപ്പർ ലീഗ്. അതെ, ജേഴ്സിയും ഒരു ഫുട്ബോളും ബോഡി ഷേമിംഗ് ബോഡി ഷേമിംഗ് ബോഡി ഷേമിംഗ് ഞാൻ ചെയ്യും. സ്റ്റാർ മാജിക്കിലുള്ള ഞാൻ സ്റ്റാർ ഇതെന്താ മച്ചാൻ. അപ്പോ ഞങ്ങള് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ വൈറൽ താരം ഒക്കെ ഉണ്ട്. ഇപ്പോ ആർക്കെങ്കിലും അറിയോ? വൈറൽ താരമാണ്. ഇപ്പൊ ഉള്ളൊരു പ്രശസ്ത നടനെ ഞാനൊരു സംഗതി മില്യൺ റീച്ച് സത്യം ജയിക്കുമെന്നുള്ള ഇതല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ സ്ത്രീകളെല്ലാരും പറയുന്ന കാര്യം സത്യമാണെങ്കിൽ ആ തെറ്റ് ചെയ്ത ആൾക്കാർ എന്തായാലും എന്താണ് ശിക്ഷ? ശിക്ഷ നമുക്ക് വിധിയാൽ കോടതിയിലാണ്. പിന്നെ അതെ, പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ പറഞ്ഞ സ്ത്രീകളുടെ തെളിവുകളില്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു അർത്ഥമില്ല. അതെ, എന്ത് ഞാൻ പറഞ്ഞത് ശരിയല്ല. സായി, നിങ്ങള് വെറുതെ വന്നിട്ട് ഒരു വ്യക്തിയെ പറ്റി പറയുന്നതിന് ഞാൻ യോജിക്കുന്നില്ല. എന്റെ എതിരെ വന്ന അലിഗേഷനിൽ വ്യക്തമായിട്ട് തെളിവുകൾ എന്റെ ഉണ്ടായിരുന്നു. കാര്യം എന്നെ ഇങ്ങോട്ടാണ് ബന്ധപ്പെട്ടത്, എന്നെ ഇങ്ങോട്ടാണ് കാണുന്നത് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും എന്റെ കയ്യിൽ തെളിവുകളുള്ളതുകൊണ്ട് ഞാനത് കോടതിയിൽ കാണിച്ച ശേഷമാണ്. എനിക്ക് ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലും ജയിലിൽ പോകണമെന്ന് വന്നിട്ടില്ല. ഞാൻ ഡയറക്റ്റ് ലാൻഡ് ചെയ്ത് ജാമ്യം എടുത്ത് പോകുന്ന ഒരാളാണ്. അത് ഞാൻ സേഫ്, എന്റെ കയ്യിൽ സേഫാണ്. പിന്നെ ആ സ്ത്രീയും ഞാനും തമ്മിൽ 2 വർഷത്തോളം ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിക്കണമെന്ന് ഉദ്ദേശിച്ച സ്ത്രീയാണ്. ആ സ്ത്രീക്ക് കുറ്റമുള്ളത് കൊണ്ടും പിന്നെ എന്റെ വീട്ടില് എന്റെ ഉമ്മ സമ്മതിക്കുന്നില്ലായിരുന്നു. കാര്യം എന്റെ ഒരു ഇപ്പൊ മുസ്ലിം, ഞാൻ ഒരു പക്ക ഒരു നാരോ മൈൻഡഡ് മുസ്ലിം ഫാമിലിയുള്ള ആളാണ്. എന്റെ ഫാമിലി അങ്ങനെയാണ്, ഞാൻ താമസിക്കുന്ന സൊസൈറ്റി അങ്ങനെയാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് മീഡിയയിലാണെങ്കിലും. പക്ഷെ ഈ ഹേമ കമ്മിറ്റിയുടെ കാര്യം ഞാൻ പറയാം. എന്റെ കാര്യം പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം. ഞങ്ങൾ 2000 അതിൽ അറിയാലോ, 2 വർഷത്തോളം ഒരു വ്യക്തിയെ പല സ്ഥലങ്ങളിൽ കൊണ്ട് പീഡിപ്പിക്കാനൊന്നും പറ്റുന്നില്ല. അതൊരു പീഡനമല്ലെന്ന് അറിയാം. പക്ഷെ ഇവർ അറ്റാക്കിങ് അങ്ങനെ ഒരു ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. കാര്യം സ്ത്രീകൾക്ക് സിനിമയിൽ മാത്രമല്ല, ഇവര് ഈ സിനിമ മാത്രം ഫോക്കസ് ചെയ്യാതെ പുറത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിനും വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് സിനിമ മാത്രമേ ഫോക്കസ് ചെയ്യൂ. ഞാൻ പറഞ്ഞ സർക്കാരിന്റെ കാര്യമാണ്. ഇപ്പൊ ഇതിനു വേണ്ടി ഇതിനു വേണ്ടിയിട്ട് അവര് ഒരു സെക്ഷനെ തന്നെ വച്ചേക്കാണ് ഇതിനെ അന്വേഷിക്കാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നോർമൽ കാരണം എന്താ ഈ ഹേമ കമ്മിറ്റി വെക്കാൻ കാരണം നടി ആക്രമിക്കപ്പെട്ട എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് നടികളുടെ കാര്യങ്ങൾ മാത്രം നോക്കാതെ നോർമൽ സ്ത്രീകൾക്ക് ഒരുപാട് അലിഗേഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നു, ഫേക്ക് ആയിട്ടുള്ള അലിഗൻസ് കൊടുക്കുന്ന കാര്യം അതുപോലെ തന്നെ ഈ ആണിന് എന്തൊക്കെ സംഭവിക്കുന്നു ആ നഷ്ടങ്ങൾ പോലെ തന്നെ
സ്ത്രീകൾക്കും കോടതിയിൽ നിന്ന് ശിക്ഷ കൊടുക്കണം എന്നാ പറയുക. കാര്യം ആണിന്റെ ഫോട്ടോയും എല്ലാം വരുന്നത് ഉപരി സ്ത്രീ ഫേക്ക് കേസാണെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു ഫേക്ക് കേസായിരുന്നു ഡെഫിനറ്റ്ലി. കാര്യം ഞാൻ ആ സ്ത്രീ ഒരിക്കലും ഒരു രീതിയിൽ ഞാൻ ഉപദ്രവിക്കുകയോ റേപ്പിയോ അങ്ങനെ ചെയ്തില്ല. ഞാൻ കോഷ്യം കൊടുത്തിട്ടുണ്ട് ബ്രോ ഹൈക്കോർട്ടിൽ. ആണോ? അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ ഓൾറെഡി എല്ലാവർക്കും പറഞ്ഞ കാര്യം. എനിക്ക് കേസ് എനിക്ക് ഇതിനെപ്പറ്റി പേടിയില്ല. ഞാൻ എന്റെ FIR എഴുതി കൊടുത്ത കാര്യമാണ് ഇതൊക്കെ. അതല്ലാതെ ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യമില്ല. ഉണ്ടാക്കി പറഞ്ഞ സ്ത്രീക്ക് എന്റെ പേരിൽ വേണമെങ്കിൽ കേസ് വീണ്ടും കൊടുക്കാം. കാര്യം ഞാൻ ഇല്ലാത്ത കാര്യം ഇതൊക്കെ ഉള്ള കാര്യം കുറ്റമുള്ള കാര്യം സത്യമാണ്. എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ നമ്മളിപ്പോ ഞങ്ങൾ തമ്മിൽ ബന്ധങ്ങളുള്ള സമയത്ത് ശരീരഭാഗങ്ങൾ പറ്റി പറയുന്നത് ഞാൻ ജിമ്മിൽ പതുക്കെ സംസാരിക്കാൻ പോകും. ചില ശരീരഭാഗങ്ങളെ പറ്റി കാര്യങ്ങളും അപ്പോ ലൈവാണെങ്കിൽ ലൈവുള്ള ആൾക്കാർ പെരുമ്പാടുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ട്. നിങ്ങളെ മൈക്കിൽ കേൾക്കും. അപ്പോ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ കഥ വേറെയാണ്. കാര്യം ജിമ്മല്ല, എനിക്ക് വണ്ണം വയ്ക്കുമ്പോൾ എന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കൂടുതൽ ഞാൻ ഒരു റിലേഷൻഷിപ്പില് 100% ആത്മാർത്ഥ. അവര് പറയുന്നതാണ് എന്റെ വിശ്വാസം. അവര് പറയുന്നതാണല്ലോ വിശ്വാസം. അങ്ങനെയാണല്ലോ സായി എല്ലാവരും അങ്ങനെയല്ലേ. നമ്മുടെ അപ്പുറം നിൽക്കുന്ന ആള് പറഞ്ഞ എല്ലാം നമ്മൾ വിശ്വസിക്കുന്നതാണ്. ഞാൻ 100% വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ എന്റെ എൻഗേജ്മെന്റ് കഴിയുന്ന സമയത്ത് എന്റെ പേരില് കൊണ്ടുപോയിട്ട് എൻഗേജ്മെന്റ് കഴിയുന്ന സമയത്ത് എന്റെ പേര് കൊണ്ട് FIR ഇട്ട് ഇങ്ങനെ കേസ് കൊടുത്ത് ഞാൻ മനസ്സിൽ പോലും വിചാരിക്കുന്നത് അതും റേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വേറെ എന്തുകൊണ്ടും പറയാം. അത് ഇങ്ങനത്തെ ഉള്ള കേസുകളുള്ള ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള കേസുകളുള്ളപ്പോ ആ പുരുഷന്റെ എന്റെ മാത്രം ഫോട്ടോ ഒന്നും ആ സ്ത്രീയുടെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അല്ല നിയമം ഓക്കെ, പക്ഷെ നിയമം മാറണമെന്ന് ഞാൻ പറഞ്ഞത്. ഫേക്ക് അലഗൻസ് ആകുമ്പോൾ അറിയാം ഒരുപാട്. അതെ, ഈക്വാലിറ്റിക്ക് വേണ്ടി ഇവരൊക്കെ സംസാരിക്കുന്നത്. സ്ത്രീകൾ ഇപ്പോ ഹേമ കമ്മിറ്റിയിൽ എന്താ പറയുക, ഈക്വാലിറ്റിയാണ്. അവരുടെ ജോലി തടസ്സപ്പെടുന്നു, അവരുടെ കരിയർ സ്റ്റോപ്പ് ആവുന്നു, അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ജോലിക്ക് പോകുമ്പോൾ അവരോട് ചോദിക്കുന്നത് വേറെ കാര്യമാണെന്നാ പറയണേ. അതൊക്കെയല്ലോ പറയണേ. കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച എന്തെങ്കിലും ആവട്ടെ. അത് എനിവേ അപ്പൊ ഈ സെയിം സാധനം തന്നെയല്ലേ ഈ നമ്മളും പറയുന്നത് എന്ന് പറഞ്ഞാല് പുരുഷനും സ്ത്രീക്കും ഈക്വൽ സ്ഥാനം വേണമെങ്കിൽ പുരുഷൻ തെറ്റ് ചെയ്താൽ പുരുഷൻ ജയിലിൽ പോകുന്നത് പോലെ തന്നെ സ്ത്രീകൾ തെറ്റ് ചെയ്താൽ സ്ത്രീകൾ ജയിലിൽ പോട്ടെ. അതാണ് വേണ്ടത്. അതല്ലാതെ പുരുഷൻ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ പേരിൽ ആ കേസ് വന്ന സമയത്ത് എന്റെ വീട്ടിലൊന്ന് അറസ്റ്റ് ചെയ്തെങ്കിൽ 1 വീക്ക് കഴിഞ്ഞിട്ടാണ് എനിക്ക് ജാമ്യം കിട്ടുള്ളൂ. അത് ഫേക്ക് കേസാണെങ്കിലും സത്യമുള്ള കേസാണെങ്കിലും അപ്പോ ആ 1 വീക്ക് ഞാൻ ജയിലിൽ പോയില്ലേ. ആ ജയിലിൽ പോയത് ആരെങ്കിലും ഞാൻ നിരപരാധിയാണെന്ന് ചിലപ്പോ അതെ. അപ്പൊ ഞാൻ ഈ കേസുള്ള സമയത്തേക്ക് എനിക്ക് ഒരുപാട് ആളുകൾ നീ ജയിലിലല്ലേ എന്ന് പറയുന്നത്. ഞാനപ്പോ എന്റെ വീട്ടിലിരിക്കുക. ഞാൻ എന്റെ വീട്ടില് ഞാൻ ദുബായിലിട്ട സമയത്ത് കുറെ. അപ്പൊ ആളുകൾ ഇവിടെയുള്ള കുറച്ച് മീഡിയക്കാര് ഭീകരമായിട്ട് ഇങ്ങനത്തെ കേസുകൾ മാത്രം ഫോക്കസ് ചെയ്യും. അല്ലെ എനിക്ക് ഭയമില്ലല്ലോ സായി. ഞാൻ കുറച്ച് മീഡിയക്കാർ, ഞാൻ എല്ലാരും പറഞ്ഞേ നല്ല മീഡിയക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ച് മീഡിയക്കാർ ഇങ്ങനത്തെ കേസുകൾ മാത്രം ഫോക്കസ് ചെയ്ത് അത് എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ട്. കുറച്ച് മീഡിയക്കാര്. അപ്പൊ അവർക്ക് അറിയില്ല ഈ എന്താണ് കാര്യങ്ങൾ എന്ന് അറിയാൻ പാടില്ല. ചുമ്മാ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. വലിയ ഇത്. പിന്നെ ഞാനിപ്പോഴും പറയുന്നു, ഹേമ കമ്മിറ്റിയിൽ വിത്ത് എവിഡൻസോടെ വന്ന് ആ വ്യക്തിയുടെ പേര് പറഞ്ഞ ഒരുപാട് സ്ത്രീകളുണ്ട്. അവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പുറത്ത് പറഞ്ഞ ഹേമ കമ്മിറ്റിയുടെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. ഹേമ കമ്മിറ്റിന്റെ ബേസിസിലല്ല ഇപ്പൊ ഒരാളും വന്നിട്ടില്ല. ഹേമ കമ്മിറ്റിയിൽ സബ്മിറ്റ് ചെയ്ത ആരും പുറത്ത് പേര് പറയാൻ വന്നിട്ടില്ല. ഇപ്പൊ വന്നതെന്ന് പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഹേമ കമ്മിറ്റിയിൽ ഇതുവരെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാത്തവരാണ്. ഹേമ കമ്മിറ്റി പുറത്തോട്ട് പുറത്ത് വരാതിരിക്കാനാണ് ഇങ്ങനത്തെ തോന്നുന്നത് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. ഏറ്റവും എന്താ പറയാ ക്രീം ലെയറിൽ നിൽക്കുന്ന ഏറ്റവും സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളുകൾ പോയിട്ടാണ്. അതെ. ഞാൻ ആലോചിക്കാണ് ഈ ഹേമ കമ്മിറ്റിയിൽ വരാത്ത ആളുകൾ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ അപ്പോ ഇൻഡസ്ട്രി അകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടാവും, മെയിൻ സ്ട്രീമിൽ എന്തൊക്കെ നടക്കുന്നുണ്ടാവും. ഞാൻ ആക്ച്വലി ബ്രദർ ഞാൻ ഈ കേസ് എന്റെ കേസ് വന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു നടന്മാരോ ഒരു നടിമാരോ വന്നിട്ടില്ല.
എന്റെ ഇപ്പൊ നീ സപ്പോർട്ട് ചെയ്തു. അതായത് നിനക്ക് ഈ കാര്യം 6 മാസം മുന്നോട്ട് ഞാൻ നിന്നെ ഇൻഫോം ചെയ്തിരുന്നു. കാര്യം ബ്രദർ എനിക്കൊരു ചെറിയൊരു പണി വരുന്നുണ്ട്, ട്രറ്റണിങ് ഉണ്ട്, എന്നോട് കാശ് ചോദിക്കുന്നുണ്ട്. നിന്റെ അടുത്തും കാതറിനടുത്തും പറഞ്ഞു ഈ കാതറല്ലാതെ വേറെ ആളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും കാര്യം ആളുകളുടെ വിചാരം എന്താ പറയാ, ഇത് ഭയങ്കര വലിയ കുറ്റം ചെയ്ത് ഷിയാസ് ഒന്ന് ഭയങ്കര ചെറിയ പെൺകുട്ടീനെ ചീറ്റ് ചെയ്തു, അവളെ കാശ് വാങ്ങിച്ച് പറ്റിച്ചു, അങ്ങനെയൊക്കെ ആളുകൾ വിചാരിച്ചിരിക്കണേ. എന്നിട്ട് വേറൊരു ഡോക്ടറെ കണ്ടപ്പോൾ അവൻ ആ പെൺകുട്ടിയെ ഒഴിവാക്കിയിട്ട് അങ്ങനെയൊക്കെ. ഞാൻ ആലോചിക്കാണ്, ഞാൻ ഒരു വ്യക്തിയോട് വളരെ ലോയലായിട്ടാണ്. അതിപ്പോ നിങ്ങൾക്കറിയാം, സുഹൃത്ത് ബന്ധമാണെങ്കിലും എങ്ങനെയാണ്, അതിപ്പോ റിലേഷൻഷിപ്പ് എന്ത് ബന്ധമാണ്, ഞാൻ വളരെ ലോയലാണ്. ഞാൻ ആ വ്യക്തിയിൽ അത്രയും ആ വ്യക്തിയോട് ഞാൻ 100% കടപ്പെട്ട വ്യക്തി. ആ വ്യക്തി എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്തു കൊടുക്കുന്ന ആളാണ്, എന്നെ കഴിയുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ ഈ ഒരു നോർമൽ സ്ത്രീയെ ഞാൻ പറ്റിക്കേണ്ട ആവശ്യമില്ല. എനിക്കത് ഒട്ടും ഭയമില്ലാത്ത കാര്യമാണ്. കാര്യം എന്റെ കയ്യിൽ വ്യക്തമായിട്ട് തെളിവുകളുണ്ട്. അതിപ്പോ ഇനി എവിടെ വന്ന് ഏത് ഉറക്കത്തിൽ നിന്നിട്ടാലും ഞാൻ പറയും. അല്ലെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്തില്ലേ, ഞാൻ ഈ മോഡലിംഗ് ചെയ്യുന്ന കുറെ നാളായി. ഞാൻ ഒരു സ്ത്രീയെ മോശമായിട്ട് നോക്കുകയോ എന്റെ കൂടെ ബെഡ് ഷെയർ ചെയ്ത് ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് നമുക്ക് പേടിയില്ല. ഞാൻ ലൈഫിൽ ഇപ്പൊ ഈ ഒരു ബന്ധമാണ് എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ട്രബിൾ ആവാൻ കാരണം അവർക്ക് ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നേ. ആ സ്ത്രീക്ക് സെയിം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, സെയിം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. അതെന്താ പറയാ, ഷിയാസ് ബ്രോ ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോ നമ്മള് പറഞ്ഞാണ്. കാസർഗോഡ് ഈ സെയിം കേസ് കൊടുത്ത ഇതുപോലെ തന്നെ വേറെ ആളുടെ പേരിൽ കേസ് കൊടുത്തിട്ട് സ്വന്തം ഹസ്ബൻഡിന്റെ പേര് കേസ് കൊടുത്ത് ഹസ്ബൻഡ് നാട്ടിൽ വരാൻ പറ്റാതെ അയാൾ എന്നോട് സംസാരിച്ചാണ്. അപ്പൊ ആലോചിച്ചു, ഞാൻ ഇത് നുണ പറഞ്ഞത് ഇതൊക്കെ സത്യമായിട്ട് കാര്യം തെളിവോട് ഞാൻ പറഞ്ഞ അവരെ ഹസ്ബൻഡിന്റെ പേരിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ആലോചിച്ച് നോക്കണം. 1 കോടി രൂപ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തേക്കണം. അയാൾ നാട്ടിൽ വരാൻ പറ്റില്ല, അയാളെ ഉമ്മ മരിച്ചാൽ പോലും വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആക്കിയാണ്. ഷീസ് ട്രബിൾ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ഫേക്ക് ആയിട്ടുള്ള അലഗൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിത്ത് എവിഡൻസോടെ ആണെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ കേസ്, അല്ലാതെ ഊഹാപോഹങ്ങളും. ഇപ്പൊ എന്റെ കേസ് എന്ന് 2021 മുതൽ 23 വരെ പീഡിപ്പിച്ചു. അത് പീഡനമല്ല, അത് സർക്കാർ അത് കോടതി എങ്ങനെയാണ് ഒരു വ്യക്തിയെ പറയുന്ന പോയിന്റ് ശരി, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. കോടതിയിൽ ജഡ്ജി അല്ലെങ്കിൽ ജാമ്യം കിട്ടുമോ? അല്ല, ജാമ്യം ഓക്കെ, പക്ഷെ ഇത് ഫൈനലായിട്ട് ഒന്നില്ലെങ്കിൽ ഘോഷായി പോകണം, അല്ലെങ്കിൽ വേർഡിക്റ്റ് വരണം. ഞാനൊരു കാര്യം പറയാം, പീഡിപ്പിക്കാന്ന് പറഞ്ഞാൽ വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഫുഡ് വരുന്നുണ്ട്. പീഡനം എന്ന് പറഞ്ഞാൽ റേപ്പ് ആണ്. അതിപ്പോ എനിക്കെന്താ കോടതി അത് 24 hours കേസ് റിപ്പോർട്ട് ചെയ്യാതെ 2 വർഷം കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് അങ്ങനത്തെ ഒരു കാര്യമല്ല ബ്രദർ. അതെ, ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഇത് ഒറിജിനൽ റേപ്പ് എന്ന് പറഞ്ഞാൽ എവിടെ നടന്ന ആ 24 hours കൊണ്ട് കേസ് റിപ്പോർട്ട് ചെയ്യാൻ, അതാണ് റിയൽ ആയിട്ടുള്ളൊരു ഒരു അബ്യൂസ് എന്ന് പറഞ്ഞാൽ. സെക്ഷൽ അബ്യൂസ് അല്ല, എന്ത് ഒരു സ്ത്രീയെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ കേസ് കൊടുക്കുന്നത്. നിയമം പഠിച്ചല്ല ബ്രദർ, ഇത് അങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് കാര്യം. 24 മണിക്കൂർ അല്ലെങ്കിൽ 44 ദുബായ് നിയമത്തിൽ 44 മണിക്കൂറുള്ള കേസ് കൊടുത്താൽ മാത്രമേ ആ കേസ് എടുക്കുകയുള്ളൂ എന്നാണ് ദുബായ് നിയമത്തിൽ കിടക്കുന്നത്. ഇന്ത്യൻ നിയമത്തിൽ 24 മണിക്കൂറുള്ള കേസ് കൊടുക്കണം. എന്തുകൊണ്ട് ആ സ്ത്രീ 2 വർഷം വന്നിട്ട് കേസ് കൊടുത്തതിന് ചോദ്യമുണ്ട്. എന്നോട് പോലീസ് ചോദിച്ചു വരണം, ഒരിക്കലും നിങ്ങളുടെ കേസ് നിൽക്കില്ല എന്നാണ് പോലീസ് ഓഫീസർമാർ. ഇതുപോലെ ഇവിടെ പഞ്ചായത്ത് നടക്കുന്ന കാര്യമാണ്. ഒരു കാമുകന്റെ കല്യാണമാകുമ്പോൾ പഴയ കാമുകി കൊണ്ട് കേസ് കൊടുക്കുന്ന പഞ്ചായത്ത് നടക്കുന്ന കാര്യമാണ്. അത് ഷിയാസ് ഫേമസ് ആയതുകൊണ്ടാണ് മീഡിയ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ കേസിനെ പറ്റി കൂടുതൽ പഠിച്ചത്. അപ്പൊ ഞാൻ ഫേസ് ചെയ്ത സെയിം കാര്യം ഒരുപാട് പുരുഷന്മാർ ഇവിടെ നാട്ടിലൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, ബ്രദർ എങ്ങനെ നിങ്ങൾ അതിന് ഊരി. അതിൽ ജയിലിൽ പോയ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു, തെറ്റ് ചെയ്യാതെ എന്തിനാണ് അവരൊക്കെ ജയിലിൽ പോയിട്ട് ആ സ്ത്രീ ഇപ്പോഴും വേറെ ഇപ്പൊ എന്റെ കേസ് കൊടുത്ത് വേറെ പുരുഷന്റെ കൂടെ ജീവിക്കാണ്. എന്റെ പേര് കേസ് കൊടുത്ത് വേറെ പയ്യന്റെ കൂടെ ആ സ്ത്രീ ലിവിങ് ആയിട്ട് ജീവിക്കാണ്. മനസ്സിലായി? എന്റെ കല്യാണം വരെ ആ സ്ത്രീ ഡൽഹി പോയി മുടക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിലെല്ലാം നഷ്ടങ്ങൾ എനിക്കാണ് സംഭവിച്ചത്. പക്ഷെ എനിക്ക് വിഷയം കല്ലിവല ഐ ഡോണ്ട് കെയർ. നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ നഷ്ടം പറഞ്ഞാലും ചെറിയ നഷ്ടം വരുന്നതാണ്. എനിക്ക് ചെറിയ നഷ്ടങ്ങളാണ് എന്നെ സംബന്ധിച്ച്, വലിയ നഷ്ടമൊന്നുമല്ല. റെഡിയാവും. ഞാൻ റെഡിയാണ് ഓൾറെഡി. പിന്നെന്താ, നല്ല ഞങ്ങളിവിടെ ഫുഡ് അടിച്ചു. അപ്പോൾ ഗൈസ്, ഞാൻ ഈ പരിപാടി സീരിയസ് ടോക്ക് ആയി പോയി. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഇത് മൈക്കാണ്,
ഫുഡ് കഴിച്ചിട്ട് ബാക്കി. ഓക്കെ ബൈ. അപ്പൊ എന്താ വ്ളോഗ് നിർത്തുന്നു. ഓക്കെ ബൈ. എന്താ കമ്മിയാക്കി തീറ്റ അമ്മയാക്കിയില്ല, നല്ല തീറ്റ അമ്മയാക്കിയിട്ടില്ല ഞാൻ. ഓക്കെ ബൈ ബൈ. വ്ളോഗ് നിർത്തി ബൈ.